4500 രൂപ ഓണം ബോണസും. ബോണസിന് അർഹതയില്ലാത്ത ശമ്പളം കൂടുതലുള്ളവർക്കാണ് അർഹത, ഇല്ല കുറച്ചുള്ളവർക്കാണ് അർഹത. അപ്പോൾ ശമ്പളം കൂടുതലുള്ളവർക്ക് ഒരു 3500 രൂപ അലവൻസും 1250 രൂപ പെൻഷൻകാർക്ക് അലവൻസും 20000 രൂപ വായ്പ എടുക്കാനുള്ള സംവിധാനവും, ഓണം അഡ്വാൻസ് ആയിട്ട് എടുക്കാനുള്ള സംവിധാനവും, വായ്പയല്ല ഓണം അഡ്വാൻസ് എടുക്കാനും, അത് തിരിച്ചടച്ചാൽ മതി, പലിശയില്ല, പല മാസങ്ങളായി തിരിച്ചടയ്ക്കാം. അത് കഴിഞ്ഞ് കണ്ടിജൻസി ജീവനക്കാർക്ക് 6500, 6250, 6500 രൂപ എടുക്കാം, ഈ അഡ്വാൻസ് ആയിട്ട് എടുക്കാം. പിന്നെ 600 രൂപ മുതൽ ഓണം അലവൻസ് കിട്ടുന്നവരുണ്ട്. 600 ഉള്ളവരുണ്ട്, 1000 ഉള്ളവരുണ്ട്, 1500 ഉള്ളവരുണ്ട്, അങ്ങനെ 3000 വരെ 3500 വരെ കിട്ടുന്നവരുണ്ട്. എന്നാൽ ഒരു പൈസയും കിട്ടാതെ സർക്കാർ സർവീസിൽ സേവിച്ച് വെറുതെ ഇരിക്കുന്നവരും ഉണ്ട്. EPF പെൻഷൻകാരുടെ കാര്യമൊക്കെ അങ്ങ് ആ വിഭാഗത്തിൽ വരുന്നതാണ്. അപ്പോൾ ഓണ അലവൻസ് എല്ലാവർക്കും കിട്ടുന്ന ഒരു സമൂഹം നമുക്ക് സ്വപ്നം കാണാം. പക്ഷെ അത് എളുപ്പമല്ല. കാരണം പല കാറ്റഗറിയാണ്, പ്രത്യേകിച്ച് സർക്കാർ ഉദ്യോഗസ്ഥരിൽ തന്നെ പല കാറ്റഗറിയുണ്ട്. നല്ല ശമ്പളം വാങ്ങുന്നവർ, ശമ്പളം കുറച്ച് വാങ്ങുന്നവർ, കണ്ടിജൻസിക്കാർ, പാർട്ട് ടൈംകാർ, ഡെയിലി വേജസുകാർ, അങ്ങനെ പല തരത്തിലാണ് ഓണത്തിൻ്റെ പോക്ക്. അപ്പോൾ അത് പിന്നെ അതേസമയം ഇലക്ട്രിസിറ്റി ബോർഡിൽ, ബിവറേജസ് കോർപ്പറേഷൻ, അതുപോലെ തന്നെ ലാഭത്തിൽ പോകുന്ന സ്ഥാപനങ്ങളിലൊക്കെ വലിയ ബോണസ് ആയിരിക്കും കൊടുക്കുന്നത്. കാര്യം ലാഭവിഹിതം കൂടെ കൊടുക്കും. നഷ്ടത്തിലോടുന്ന സ്ഥാപനങ്ങളിൽ നാമമാത്രമായ തുകയായിരിക്കും കൊടുക്കുന്നത്. അപ്പോൾ എന്തായാലും ഓണം എന്ന് പറയുന്നത് എല്ലാവർക്കും ഒന്നുപോലെയാണ് എന്ന് പറയാൻ പറ്റത്തില്ല. നമുക്ക് തുല്യത എന്നൊക്കെ പറയാം. മാവേലി നാട് വാണിടും കാലം, മനുഷ്യരെല്ലാവരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം, ആനന്ദം എല്ലാവർക്കും എന്നൊക്കെ പറയാം. പക്ഷെ വലിയ വൈരുദ്ധ്യമാണുള്ളത്. എന്തായാലും ഓണം ബോണസ് പ്രഖ്യാപിച്ചു, അലവൻസ് പ്രഖ്യാപിച്ചു. 17-ാം തീയതി മുതൽ അത് കൊടുത്തു തുടങ്ങും. 20-ാം തീയതി കഴിയുമ്പോൾ ഓണത്തിൻ്റെ അലകളായി. പിന്നെ അടുത്ത ആഴ്ച 22-ലെ അടുത്ത ശനിയാഴ്ച മുതൽ ഓണമായി. പിന്നെ ഒരാഴ്ച ഓണത്തിൻ്റെ കഥകളാണ്. അപ്പോൾ എന്തായാലും വലിയ ചർച്ചകളാണ് നടക്കുന്നത്. അതിനിടയിൽ പക്ഷേ DA എന്ന് കൊടുക്കും എന്നുള്ളതിനെ സംബന്ധിച്ച് ഇനി ഒരു ധാരണ ഉണ്ടാവണം. പ്രത്യേകിച്ച് കുടിശ്ശിക, കഴിഞ്ഞ സർക്കാർ വരുത്തിയ കുടിശ്ശിക DA 7-8 DA പ്രാവശ്യത്തെ DA കുടിശ്ശികയുണ്ട്. അതിന് എപ്രാവശ്യമാണ്, എങ്ങനെയാണ് ഇപ്പോൾ സർക്കാർ കൊടുക്കുന്നത്? 4 പ്രാവശ്യം വെച്ച് 4 വർഷം കൊണ്ട് 6 മാസം വീതം അങ്ങനെ കൊടുക്കുമെന്ന് കഴിഞ്ഞ സർക്കാർ പറഞ്ഞെങ്കിലും അത് പിന്നെ ഈ സർക്കാർ മാറിയതിന് ശേഷം മുന്നോട്ട് പോയില്ല. ഈ സർക്കാർ കഴിഞ്ഞ സർക്കാർ കൊടുക്കാനുള്ളതല്ലേ, അത് നമുക്ക് ആലോചിക്കാം, അല്ലെങ്കിൽ വരട്ടെ എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്നു. എന്താണ് സംഭവിക്കുക നമുക്കറിയില്ല. എന്തായാലും ഓണം അലവൻസ്, ഓണം ബോണസ്, ഓണത്തിൻ്റെ പിന്നെ അഡ്വാൻസ്, ഇതെല്ലാം കൊടുക്കാനുള്ള തത്വത്തിലുള്ള തീരുമാനമായത് സന്തോഷകരമായ ഒരു വാർത്തയാണ്. അതേസമയം മറ്റതിനെ സംബന്ധിച്ച് നമുക്ക് കൃത്യമായ വിവരങ്ങൾ ഇപ്പോൾ പറയാൻ കഴിയാത്ത ഒരു സാഹചര്യമാണുള്ളത്. പക്ഷേ സർക്കാർ വന്നിട്ട് 2-3 മാസമേ ആയിട്ടുള്ളൂ. ഈ ഓണമാസത്തിൽ വലിയ സാമ്പത്തിക ബാധ്യത വരുമല്ലോ. ഇത്രയും പേർക്ക് ബോണസും പിന്നെ അലവൻസും ഒക്കെ കൊടുക്കുമ്പോൾ വലിയ സാമ്പത്തിക ബാധ്യത വരും. അതുകൊണ്ട് അത് കഴിഞ്ഞായിരിക്കും വരുന്നത്. പക്ഷേ 2 വിഷയങ്ങൾ സർക്കാർ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം പെൻഡിങ് നിൽപ്പുണ്ട്. ഒന്ന്, ശമ്പള പരിഷ്കരണത്തിൻ്റെ കമ്മീഷന് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാവിയെ സംബന്ധിച്ചും ആശങ്കകൾ ഉണ്ട്. DA എന്ന് കിട്ടും, DR എന്ന് കിട്ടും എന്നതിനെ സംബന്ധിച്ചും വലിയ ആശങ്കയുണ്ട്. പക്ഷേ ഈ ഓണം കഴിഞ്ഞ് ഒരു പക്ഷേ സമര പരമ്പര തന്നെ വരാനുള്ള സാധ്യതയും നമ്മൾ കാണുന്നു.